അപ്പോൾ നമ്മളെ കപ്സയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ വയനയിലുണ്ട്. ശരിക്കും ഇവിടെ ചിക്കനൊന്നും ഇരിപ്പില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി ചിക്കൻ മേടിക്കണമെന്ന് പറഞ്ഞെങ്കിലും പറ്റിയില്ല. അങ്ങനെ ഞാൻ രാവിലെ ഇൻസ്റ്റാമാർട്ട് വഴിയാണ് ചിക്കനും ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് വേണമായിരുന്നു, അതെല്ലാം ഞാൻ ഇൻസ്റ്റാമാർട്ട് വഴി ഓർഡർ ചെയ്ത് അങ്ങനെയാണ് രാവിലെ എല്ലാം മേടിച്ചത് കേട്ടോ. അങ്ങനെ ചിക്കൻ മേടിച്ചു. ചിക്കൻ ഫ്രീസറിലാണ് വെച്ചത്. ഞാൻ താഴെ വെച്ചെന്ന് ഓർത്തിട്ട് ഞാൻ താഴെ നോക്കിയത്, ഫ്രീസറിലായിരുന്നു എടുത്ത് വെച്ചത്. മീനെല്ലാം കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത വഴിക്ക് എൻ്റെ കുഞ്ഞു വിരലിനകത്ത് മീനിൻ്റെ 2 പല്ല് കയറി നല്ല ബ്ലീഡിങ് ആയിരുന്നു. കട്ട് ചെയ്ത് അത് വാഷ് ചെയ്യായിട്ട് അങ്ങനെ ഡീപ്പ് ക്ലീനിങ് ഒന്നും വേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് വെച്ചാൽ അത് ഓൾറെഡി ക്ലീൻഡ് ആണ്. നമ്മൾ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾ കുറച്ച് ക്ലീൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളെ കപ്സയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ വയനയിലുണ്ടല്ലോ, അത് വേണം, ഏലക്ക വേണം, ജാതിക്കാട് ഈ ഒരു സാധനം വേണം, പിന്നെ പട്ട, ഗ്രാമ്പു, ആ സ്റ്റാർ കണക്കിരിക്കുന്ന സാധനം, പിന്നെ നമ്മളുടെ പെരിഞ്ജീരകം വേണം. പെരിഞ്ജീരകം ഫ്രിഡ്ജിരിക്കുകയാണ്, ഞാൻ എടുത്ത് കാണിക്കാം. എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാമെന്നുള്ളൂ. പിന്നെ വെജിറ്റബിൾസിന് ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിട്ടോ. എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഇല്ല. സവാള ഞാനിങ്ങനെ സ്ക്വയറായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രൊക്കോളി അല്ല, ക്യാപ്സിക്കം, ഒരു പച്ചമുളക് ഇങ്ങനെ ഇട്ടേക്കോ, കീറണ്ട, വെളുത്തുള്ളി, ഡ്രൈഡ് ലെമൺ, അത് ഇതിനകത്ത് വേണ്ടതാണ് കേട്ടോ. പിന്നെ ടൊമാറ്റോ പ്യൂരി ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ, അത് അതിൻ്റെ കൂടെ ചേർക്കണ്ടേ. ഇതൊക്കെ ഉള്ളു. ഇത് എളുപ്പമാണ് എനിക്ക് കേട്ടോ. അതാകുമ്പോൾ കുറെ കൂടെ ചിക്കൻ കറി വയ്ക്കാനൊക്കെ ഒരുപാട് സമയമായിരുന്നു. പിന്നെ ചിക്കൻ കറി വെച്ചാൽ ഇവിടെ ആരും കഴിക്കത്തില്ല. ഇതാകുമ്പോൾ കുറച്ച് ഈസിയാണ്. അങ്ങനെ നമ്മൾ കപ്സ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ആദ്യം തന്നെ കുറച്ച് ബട്ടർ വേണം. ബട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വെളിച്ചെണ്ണയ്ക്കകത്ത് ചെയ്താലും നല്ലതാണ്. വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഒഴിച്ച് ചെയ്താലും നല്ലതാണ്. ഞാനിവിടെ വെളിച്ചെണ്ണ എടുക്കുന്നില്ല, പകരം ഞാൻ ബട്ടറും നെയ്യും മാത്രമാണ് ഉപയോഗിച്ച് ഇതിപ്പോൾ ചെയ്യുന്നത്. ബട്ടറൊക്കെ രാവിലെ വരുത്തിയതാണ്. ബട്ടറും നെയ്യും എല്ലാം രാവിലെ വരുത്തിയതാണ്. ഇന്നലെ കുറച്ച് സാധനങ്ങളെ മേടിച്ചോളൂ, ലിസ്റ്റ് എഴുതിക്കൊണ്ട് പോയില്ല. അപ്പോൾ എല്ലാ സാധനങ്ങളുടെയും കാര്യം ഞാനങ്ങ് വിട്ടുപോയി. പിന്നെ ഇന്ന് ഇതുണ്ടാക്കാനുള്ള പ്ലാനും ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഒത്തിരി നേരം കണ്ടിരിക്കുമ്പോൾ ബോറടിക്കുമല്ലോ. പെരിഞ്ജീരകം, ബട്ടറും നെയ്യും മെൽറ്റായതിന് ശേഷം പെരിഞ്ജീരകം ഇടണം. പെരിഞ്ജീരകം പൊട്ടിയതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങൾ ഇടണം. അതിന് ശേഷം വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം സവാള ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഒന്ന് നന്നായിട്ട് വഴറ്റണം. ഈ യഥാർത്ഥത്തിൽ ഈ ഡ്രൈ ലെമൺ ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ മതി. ആദ്യം ചേർക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല, അത് അതിനകത്ത് കിടന്ന് ഇതായിക്കോളും. അത് കഴിഞ്ഞ് ഇത് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ക്യാപ്സിക്കം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് ടൊമാറ്റോ പ്യൂരി ഒഴിച്ച് കൊടുക്കാം. ടൊമാറ്റോ പ്യൂരി ഒഴിച്ചതിന് ശേഷം കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട് കേട്ടോ. ഇത് ഞാൻ ടൊമാറ്റോ പ്യൂരിയൊക്കെ മുമ്പേ അടിച്ച് വെച്ചേക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ 2 ടൊമാറ്റോയുടെ പ്യൂരിയാണ് എടുത്തിരിക്കുന്നത്. ടൊമാറ്റോ പ്യൂരി എന്ന് പറഞ്ഞപ്പോൾ അറിയാമല്ലോ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എമൗണ്ട് ചേർക്കാം. നമുക്കിത് വിസിറ്റേഴ്സ് വരുമ്പോഴൊക്കെ ഇതുണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടപ്പെടും. കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ ഇതിൻ്റെ ഒരു മസാലയുണ്ട്. അത് ഞാൻ ഐഷാസ് കിച്ചണിൽ നിന്ന് ഇതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ട് ഐഷാസ് കിച്ചണീസ് കണ്ട് ഞാൻ ആ മസാല ഇങ്ങനെ പൊടിച്ച് വെച്ചിരിക്കും. കാര്യം ഇവിടെ എപ്പോഴും കപ്സ ഓടുന്നത് കാരണം കുറ്റമൊക്കെ പറഞ്ഞാലും എല്ലാവരും തിന്നിയൊക്കെ ചെയ്യും കേട്ടോ. കപ്സ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ആ മസാല ഇട്ടതിന് ശേഷം നമ്മൾ അതിട്ടതിന് ശേഷമേ ചിക്കൻ ഇടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. ഈ ഒരു ചിക്കനിനകത്ത് ഈ ഒരു മസാല പിടിച്ച് വരണം കേട്ടോ. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നൊരു ഇതിൽ ചിക്കൻ കിട്ടത്തുള്ളൂ. ചിക്കനെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വേണം ഇത് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടി വെക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ച് ചിക്കൻ വേവിക്കാൻ പാടില്ല. ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി അത് വെന്തോട്ടെ. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചിക്കന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് വെച്ച് ആ ഒരു മൂടി അടച്ച് വയ്ക്കുക. അതിനുശേഷം ഒരു നമുക്ക് ഏകദേശം ഒരു ചിക്കൻ്റെ ഒരു വേവ് അറിയാമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പം ഏകദേശം ഈ ഒരു ഫോമിലായിരിക്കും ഇരിക്കുന്നത്. ഈ ഒരു ഫോമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് ചിക്കൻ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഫ്രൈ പാനിലോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ ഡയറക്റ്റായിട്ട് റൈസ് ഇടുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇവിടെ ആയുഷിന് വലിയ താല്പര്യമില്ല. അപ്പോൾ നമ്മൾ കുട്ടികളുടെ ടേസ്റ്റ് നോക്കിയാണ് ശരിക്കും ഞാനിവിടെ ചെയ്യാറുള്ളത്. അപ്പോൾ അവർക്ക് ഏത് രീതിയാണോ ഇഷ്ടം ആ രീതിക്കാണ് ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പം ഞാൻ അരി ഡയറക്റ്റായിട്ട് അങ്ങ് ഇട്ടേത് അത് നീളം അരി തന്നെ മേടിച്ചിടണം. ജീരക റൈസ് മേടിച്ചിട്ടാൽ കപ്സയ്ക്ക് മാച്ച് ആവത്തില്ല, ഒരുമാതിരി ഇരിക്കും, ടേസ്റ്റും
വേറെയാണ് കേട്ടോ. കപ്സയുടെ ആ ഒരു കറക്റ്റ് ഇത് കിട്ടത്തില്ല. എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ക്യാരറ്റൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ധാരാളം ഇടാം കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ അതൊക്കെ ഇടുന്നത് നല്ല ടേസ്റ്റാണ്. ക്യാപ്സിക്കം ഈ ഒരു സ്റ്റേജിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇടണമെന്നില്ല, അരിയൊന്നും വെന്തിട്ടായാലും വേണമെങ്കിൽ ക്യാപ്സിക്കം ചേർക്കാവുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് ഞാൻ ഇതിന് വേണ്ടുന്ന സാലഡ്സ്, അതായത് തക്കാളിയും മറ്റേ ഉള്ളതും എടുക്കുകയാണ് കേട്ടോ. തക്കാളിക്കകത്ത് പച്ചമുളകും നമ്മളുടെ മല്ലിയിലയും ഇട്ടിട്ട് അതൊന്ന് ഒരുപാടങ്ങ് അരയേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കിട്ടിയാൽ മതി കേട്ടോ. അതിനുശേഷം ഇതിനകത്ത് തന്നെ എടുക്കണമെന്നുമില്ല, നമ്മളുടെ ചോപ്പറിനകത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ചോപ്പ് ചെയ്ത് ആ ഒരു ഫോമിൽ കിട്ടിയാലും മതി കേട്ടോ. ഞാൻ പിന്നെ മിക്സിക്കകത്ത് അങ്ങ് അടിച്ചെടുത്തത്. അതിനുശേഷം ഞാൻ ക്യാപ്സിക്കത്തിൻ്റെ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ എൻ്റെ സ്വന്തം റെസിപ്പിയല്ല, ഇതെല്ലാം ഞാൻ ഐഷാസ് കിച്ചണിൽ നിന്ന് തന്നെ നോക്കി ഓരോന്ന് പഠിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം ഞാൻ തൈര് ഒഴിച്ചു കൊടുത്തു. തൈര് ഒഴിച്ചിട്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട്, അധികം പുളിപ്പില്ലാത്ത തൈര് എടുക്കണം. അപ്പം ഞാൻ എടുത്തത് നമ്മളുടെ മിൽക്കി മിസ്റ്റിൻ്റെ കേടാണ് എടുത്തത്. അതിന് വലിയ പുളിപ്പില്ലല്ലോ, അപ്പോൾ അതെടുത്തു. അതിനുശേഷം നമ്മൾ മിക്സിക്കകത്തിട്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം. അതൊന്ന് നന്നായിട്ട് അരയണം കേട്ടോ. അതിനുശേഷം കുറച്ചും കൂടെ ഈ ഒരു കേട് ചേർത്ത് ഒന്ന് കട്ടിയാക്കി എടുക്കണം. കാര്യം നമ്മൾ മേടിക്കുമ്പോൾ അത് കട്ടിയായിട്ടാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഇതിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനുള്ള ഈ 2 സാലഡ്സും കൂടെ റെഡിയാണ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ സാലഡ്സൊക്കെ, എനിക്കിത്ര അറിയത്തുള്ളൂ സാലഡ്സ്, അപ്പോൾ എക്സ്ട്രാ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. ഈ 2 സാലഡിന് നല്ല ടേസ്റ്റാണ്. ഇവിടെ അത്യാവശ്യം നന്നായിട്ട് പോകുന്ന 2 സാലഡ്സാണ്. ഞാൻ എപ്പോഴും 2 സാലഡ്സ് ഒന്നും ഉണ്ടാക്കാറില്ല, ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കാറുള്ളൂ. ചില സമയത്ത് അതും ചെയ്യാറില്ല കേട്ടോ. ഈ ഒരു എന്താ പറയുന്നത്, കപ്സ മാത്രം ഉണ്ടാക്കിയാലും ഇവിടെ നന്നായിട്ട് പോവും. അങ്ങനെ നമ്മളുടെ 2 സാലഡ് റെഡിയായി. ഒരെണ്ണം ഗ്രീനും ഒരെണ്ണം റെഡ് കളറും. നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പോഴത്തേക്കിനും നമ്മളുടെ കപ്സ ഏകദേശം ആയിട്ടുണ്ട്. ഏകദേശം അല്ല, കാര്യം എന്ന് വെച്ചാൽ പിന്നെ അതിനകത്ത് ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ ഇത് കണക്ക് കാണും. അത് കുറച്ച് ഓഫ് ചെയ്തിട്ട് കുറേ കഴിയുമ്പോൾ അത് നേരെ നോർമലായിട്ട് വരും. അതിനുശേഷം ഞാനിത് ഒരു ബൗളിനകത്തോട്ട്, നമ്മളുടെ കാസ്ട്രോളിനകത്തോട്ട് ഇട്ട്, എന്നിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ചെറുതാണ്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇനി ഇതേ കണക്കത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറയുക, ഞാൻ ഇടാം കേട്ടോ. ഇതൊന്നും അത്ര വലിയ റെസിപ്പീസൊന്നും അല്ല. വലിയ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒന്നും അല്ലാന്ന് തോന്നും. ഞാൻ പിന്നെ എൻ്റെ സ്വന്തം റെസിപ്പിയിൽ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ, എൻ്റെ സ്വന്തം റെസിപ്പി ഒന്നും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ വരുന്നവരെ ടാറ്റാ.